കുട്ടി ഷോക്കേറ്റ് മരിച്ചതിൽ ഗുരുതര വീഴ്ചയെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്തിമ റിപ്പോർട്ട്. പ്രോട്ടോകോൾ ലംഘനമുണ്ടായെന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പ്രധാനാധ്യാപകയ്ക്കെതിരെ നടപടിയുണ്ടാകും എന്നുള്ളതാണ് വരാൻ പോകുന്നത്. സസ്പെൻഷനിലേക്ക് പോകാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ഗോപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, ഇപ്പോൾ ഈ ഹെഡ് മിസ്റ്റേഴ്സിന്റെ മാത്രം ഒരു ഉത്തരവാദിത്വമായിട്ട് മാറുകയാണോ? അടുത്ത കാലത്താണ് ഹെഡ് മിസ്റ്റേഴ്സ് അവിടെ വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. 9 വർഷമായിട്ടുള്ള ഒരു ഷെഡാണ്. 40 വർഷമായിട്ട് ആ കേബിൾ അങ്ങനെ കിടക്കുന്നു. ഹെഡ് മിസ്റ്റേഴ്സിനെ സസ്പെൻഡ് ചെയ്യുക എന്നതായിരിക്കുമോ ഇനി വരാൻ പോകുന്നത്? റിപ്പോർട്ടിന്റെ അനന്തരഫലം ഗോപാൽ. അതെ ഡോക്ടർ അരുൺ, ആദ്യഘട്ടത്തിൽ നമുക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാൻ കഴിയും. കാരണം ഇപ്പോൾ ഈ വിഷയത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്തിമ റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ സമർപ്പിച്ച റിപ്പോർട്ടിൽ സ്കൂളിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായി എന്നതാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു സുരക്ഷാ പ്രോട്ടോകോൾ പുറത്തിറക്കും. ആ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് ബന്ധപ്പെട്ട സ്കൂൾ പ്രധാനാധ്യാപികയും സ്കൂൾ അധികൃതരുമാണ്. അത്തരത്തിലുള്ള സുരക്ഷാ പ്രോട്ടോകോൾ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ആ സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത്തരത്തിലൊരു ലൈൻ കമ്പി അവിടെ കുടുങ്ങിക്കിടന്നതും ആ അനധികൃതമായി നിർമ്മിച്ച സ്കൂൾ സൈക്കിൾ ഷെഡ് അവിടെ തുടരുന്നതും. അതുകൊണ്ട് തന്നെ അത് സ്കൂളിന്റെ വീഴ്ച എന്ന നിലയിലേക്കാണ് ഈ ഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പ്രധാനാധ്യാപികക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഇന്ന് രാവിലെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇത്തരത്തിൽ സംക്ഷിപ്ത രൂപം, ഈ റിപ്പോർട്ടിന്റെ സംക്ഷിപ്ത രൂപം വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ അച്ചടക്ക നടപടി സംബന്ധിച്ചും എന്താണ് ഈ റിപ്പോർട്ട് പ്രകാരം എന്ത് വീഴ്ചയാണ് ഉണ്ടായതെന്ന് സംബന്ധിച്ച കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കും. റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. വിദ്യാർത്ഥിയുടെ ഷോക്കേറ്റുള്ള മരണത്തിൽ പ്രധാനാധ്യാപികയ്ക്ക് സസ്പെൻഷൻ വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.